നമസ്കാരം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ വർക്കിൻ്റെ സെക്കൻഡറി മെത്തേഡിലെ മൂന്നാമത്തെ മെത്തേഡായിട്ടുള്ള സോഷ്യൽ വർക്ക് റിസർച്ച്. അപ്പോൾ പേര് തന്നെ ഉണ്ടല്ലേ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നുള്ളത്. സാമൂഹ്യ പ്രവർത്തന ഗവേഷണം നടത്തുക. അപ്പോൾ ഗവേഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഗവേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠന രീതിയാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് ഈസ് ദി സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് എൻക്വയറി ഫോർ റെലവൻറ്റ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. അതായത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പ്രസക്തമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശാസ്ത്രീയവും ക്രമാനുഗതവുമായ അന്വേഷണത്തിനാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് അഥവാ ഗവേഷണം എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു മിനി റിസർച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡെഫിനീഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സ്കൂളിലായിരുന്നെങ്കിൽ റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡ് എടുത്ത് കഴിയുമ്പോഴേ നമ്മളൊരു മിനി റിസർച്ച് സാധാരണ സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് പ്രാക്ടിക്കലായിട്ടത് എങ്ങനെയാണ് ഒരു റിസർച്ച് വർക്ക് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പം സാധിക്കില്ല. സ്കൂൾ തുറന്ന് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കൂൾ തുറന്നതിന് ശേഷം അത് ചെയ്യാം. അപ്പം അടുത്തത് നമ്മൾ സ്റ്റെപ്സ്, സോഷ്യൽ വർക്ക് റിസർച്ചിൻ്റെ വേരിയസ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് എ പ്രോബ്ലം. നമ്മൾ ഒരു പ്രശ്നം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദി ഏരിയ വി വാണ്ട് ടു സ്റ്റഡി. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖല അല്ലെങ്കിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന മേഖല ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെലക്ട് എ പ്രോബ്ലം. വളരെ കൃത്യമായിട്ട് നമുക്ക് എന്തിനെക്കുറിച്ചാണ് നമ്മൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെ എന്തിനെക്കുറിച്ചാണ് പഠിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഡിഫൈൻ ദി പ്രോബ്ലം. ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ പ്രശ്നത്തെ ഡിഫൈൻ ചെയ്യുക, നിർവചിക്കുക. ഡിഫൈൻ ഇറ്റ് പ്രോപ്പർലി ടു ഡിസൈഡ് വാട്ട് വി വാണ്ട് ടു നോ ആൻഡ് വാട്ട് വി ഡോണ്ട് വാണ്ട് ടു. അതായത് ആ പ്രശ്നത്തെക്കുറിച്ച് എന്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് പഠിക്കേണ്ടാത്തതെന്നും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിർവചിക്കുക. അപ്പം നമ്മൾ അറിയാനുള്ള, നമ്മൾ എന്താണോ മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രോബ്ലം സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നത് ഹയർ സെക്കൻഡറി കുട്ടികളുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്തിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിൽ, ഇപ്പോൾ ചിലപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചായിരിക്കാം. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ. നമ്മൾ ഇതൊക്കെ മാറിയല്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് ഇത്രയും നാൾ മൊബൈൽ കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നിടത്ത് നമ്മളിപ്പോൾ കൊറോണ വന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ, COVID-19 എന്ന ഒരു മഹാമാരി വന്നതോടുകൂടി നമ്മുടെ ഇത്രയും നാളത്തെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഇപ്പോൾ കൊടുത്തേ മതിയാവുന്ന രീതിയിലേക്ക് പോയി അല്ലേ. അപ്പം അതിൽ തന്നെ ആ കുട്ടികൾ ആ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മിസ്യൂസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ സ്മോക്കിങ്ങിനോടുള്ള മനോഭാവം എന്താണ്, പുകവലിയോടുള്ള മനോഭാവം എന്താണ്, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള മനോഭാവം എന്താണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കുട്ടികളുണ്ടോ,
അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാമൂഹ്യ ചുറ്റുപാട് എന്താണ്, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളിലാണ് ഈ പറയുന്ന ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അഡിക്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നതെന്ന് കണ്ടെത്താനോ ഒക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് സ്മോക്കിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്മോക്കിംഗ് എന്നുള്ള ഒരു പ്രോബ്ലം ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഡിഫൈൻ ദ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളതിനെ കൃത്യമായിട്ട് നിർവചിക്കുന്നു. നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടാത്തത്, അതിൽ എന്ത് കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കുറച്ചുകൂടി വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞെങ്കിൽ ഇഫ് യു ഹാവ് സെലക്ടഡ് ദ പ്രോബ്ലം സ്മോക്കിംഗ്, സ്പെസിഫൈ ദ പ്രോബ്ലം ആസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ടുവേർഡ്സ് സ്മോക്കിംഗ്. ഹയർ സെക്കൻഡറി കുട്ടികളുടെ പുകവലിയെക്കുറിച്ചുള്ള മനോഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ പ്രോബ്ലം അല്ലേ, ആ കുട്ടികളുടെ ഹയർ സെക്കൻഡറി കുട്ടികളുടെ പുകവലി എന്നുള്ള ആ ഒരു പ്രശ്നത്തോട് അല്ലെ പുകവലിയെക്കുറിച്ചുള്ള മനോഭാവം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി. ഇറ്റ് മീൻസ് ദ വേരിയസ് ആസ്പെക്ട്സ് യു വാണ്ട് ടു സ്റ്റഡി റിഗാർഡിംഗ് ദ സെലക്റ്റഡ് പ്രോബ്ലം. അതായത് ഒബ്ജക്റ്റീവ്, പഠന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, അല്ലെ ഈ ഒരു പഠനം ഈ ഒരു റിസർച്ച് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുത്ത പ്രശ്നത്തിൻ്റെ ഏതെല്ലാം തലങ്ങളാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ടുവേർഡ്സ് സ്മോക്കിങ്ങിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് മനോഭാവം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഡിസൈൻ ഓഫ് ദ സ്റ്റഡി. ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പഠന രൂപരേഖ തയ്യാറാക്കുക. ഇറ്റ് മീൻസ് ടു ഡിസൈഡ് ഹൗ ടു കളക്ട് ഡാറ്റ, വെയർ ടു കളക്ട് ഡാറ്റ, വെദർ ടു കളക്ട് ഇറ്റ് ഫ്രം ഓൾ ദ മെമ്പേഴ്സ് ഓർ ഫ്രം സാമ്പിൾസ്, the size of the sample, the type of the study group, selection of tools and preparation of tools for data collection like interview schedule, questionnaire, etc. അപ്പോൾ ഡിസൈൻ ഓഫ് ദ സ്റ്റഡിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് തയ്യാറാക്കുന്നത്. അതായത് ആ പഠനത്തിൻ്റെ ഒരു രൂപരേഖ നമ്മൾ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നമ്മൾ എങ്ങനെ ശേഖരിക്കണം, അതുപോലെ തന്നെ വെയർ ടു കളക്ട് ഡാറ്റ, എവിടെ നിന്നാണ് ശേഖരിക്കേണ്ടത്, അതുപോലെ വെദർ ടു കളക്ട് ഇറ്റ് ഫ്രം ഓൾ ദ മെമ്പേഴ്സ് ഓർ ഫ്രം സാമ്പിൾസ്, അതായത് വിവരം നൽകാൻ കഴിയുന്ന എല്ലാവരിൽ നിന്നും ഡാറ്റ ശേഖരിക്കണോ അതോ കുറച്ച് സാമ്പിളുകളിൽ നിന്ന് മാത്രം. അതായത് ചില റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോൾ പഠനം നടത്തുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന എല്ലാ ആളുകളെയും കയ്യിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് സെലക്റ്റഡ് പേഴ്സൺസിനെ നമ്മൾ കുറച്ച് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. അപ്പം അത് ഏതാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളത്. അത് എല്ലാ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡാറ്റ സ്വീകരിക്കുന്നുണ്ടോ അതോ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണോ സാമ്പിള് ശേഖരിക്കുന്നത്. ദെൻ ദ സൈസ് ഓഫ് ദി സാമ്പിൾ, അതായത് അങ്ങനെയാണെങ്കിൽ സാമ്പിളിൻ്റെ വലിപ്പം, അതായത് എത്ര പേര്, 50 പേരിൽ നിന്നാണോ 100 പേരിൽ നിന്നാണോ അതോ 1000 പേരാണോ, എത്ര പേരിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദെൻ that type of the study group, ഏത് ഗ്രൂപ്പിനിടയിൽ നിന്നാണ് നമ്മൾ പഠനം നടത്തുന്നത്. നമ്മളിവിടെ ഹയർ സെക്കൻഡറി കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി കുട്ടികളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്
നമ്മുടെ സ്കൂളിലെ കുട്ടികളിൽ നിന്ന് മാത്രമാണോ, അതേ നമ്മുടെ പഞ്ചായത്തിലുള്ള എത്ര സ്കൂളുകളുണ്ടോ അത്രയും സ്കൂളിലെ ഹയർ സെക്കൻഡറി കുട്ടികളുടെ ഇടയിൽ നിന്നാണോ, അതല്ല നമ്മുടെ കൊല്ലം ജില്ലയിലെ സ്കൂളിൽ നിന്നാണോ, അപ്പം നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഴുവനാണ്. അപ്പം അതാണ് നമ്മൾ സാമ്പിൾ ശേഖരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളുടെ നിന്നാണോ അല്ലെങ്കിൽ റാൻഡം സാമ്പിളും. ഇവിടെ നമ്മൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ വിവരം ശേഖരിക്കുന്നത്. കാരണം നമുക്ക് സമയമില്ല, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള, കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെയും നമുക്ക് ചെയ്യാം. അപ്പം the type of the study group, then selection of tools and preparation of tools for data collection. അതായത് വിവരശേഖരണത്തിനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, സെലക്ഷൻ ഓഫ് ടൂൾസ്, അതായത് നമ്മൾ എന്ത് ടൂളാണ് ഈ വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് നമ്മുടെ സാമ്പിൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ വിവരശേഖരണം നടത്തുന്നത് അവർക്കത് കൊടുത്ത് ഫില്ല് ചെയ്ത് കളക്ട് ചെയ്യാം. അപ്പോൾ സെലക്ഷൻ ഓഫ് ടൂൾസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ടൂൾസ് ഫോർ ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടുള്ള ടൂൾസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും ഈ ഡിസൈൻ ഓഫ് ദി സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇൻ്റർവ്യൂ ഷെഡ്യൂളാണോ ക്വസ്റ്റ്യനെയർ ആണോ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ഓഫ് ദ സ്റ്റഡിയിൽ ഇത്രയും കാര്യങ്ങൾ വരും. അപ്പം ഫോർ ദ പ്രസൻറ്റ് സ്റ്റഡി ദ പോപ്പുലേഷൻ ഈസ് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ്. സിൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സീ ഓൾ ദ സ്റ്റുഡൻറ്റ്, വി സെലക്ട് ദ സാമ്പിൾ ആസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് ഓഫ് കറസ്പോണ്ടിങ് ഡിസ്ട്രിക്റ്റ് ഓർ സ്കൂൾ. Since the present study deals with the attitude of higher secondary school students, an attitude scale may be used. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യനെയറാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ 15 ക്വസ്റ്റ്യനോ 10 ക്വസ്റ്റ്യനോ എത്രയാണോ നമ്മുടെ ഡിഫൈൻ ചെയ്ത പ്രോബ്ലം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ തയ്യാറാക്കുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ. ഇറ്റ് ഈസ് ഡൺ ബൈ അപ്ലൈയിങ് ദ ടൂൾസ് ഫോർ ഡാറ്റ കളക്ഷൻ. വിവരശേഖരണത്തിനായി തയ്യാറാക്കിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂളാണോ ക്വസ്റ്റ്യനെയർ ആണോ, നമ്മളിവിടെ ക്വസ്റ്റ്യനെയർ ആണ് ഉപയോഗിക്കുന്നത്, ടൂളായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ടൂള് വെച്ച് ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് it is the process of examining data in as many ways as possible and as meaningful as possible based on the objectives. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തല്ലേ, കുട്ടികൾ നമുക്ക് ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്ത് തന്നു. ആ ഫില്ല് ചെയ്ത ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത്. ആ ഡാറ്റ അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു, അതിനെ വ്യാഖ്യാനിക്കുന്നു, അതെന്താണെന്നുള്ളത് വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ മിനി റിസർച്ചിലൊക്കെ നമ്മളെപ്പോഴും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ ആണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. കാരണം നമുക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ആൻസർ തരുകയും നമുക്കത് ഫൈനലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻസോ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാറുള്ളത്. ദെൻ in the present study we can analyze the data to find the percentage of students who have favorable attitude towards smoking and who are against the habit of smoking. അപ്പം നമ്മുടെ പുകവലി എന്ന ശീലത്തോടുള്ള കുട്ടികളുടെ മനോഭാവമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ശതമാനം കുട്ടികൾ പുകവലിക്ക് അനുകൂലമായ മനോഭാവം പുലർത്തുന്നുവെന്നും എത്ര ശതമാനം
ഈ ദുശ്ശീലത്തിന് എതിരായ മനോഭാവം പുലർത്തുന്നു എന്നും കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു, അതിനെ വ്യാഖ്യാനിക്കുന്നു. അടുത്ത സ്റ്റെപ്പാണ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. രേഖപ്പെടുത്തലും റിപ്പോർട്ട് തയ്യാറാക്കലും. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ റിപ്പോർട്ട്സ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ചിട്ടയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് തയ്യാറാക്കി വെക്കും. നമ്മൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യനിലെ ഓരോ ക്വസ്റ്റ്യനും നമ്മളിപ്പോൾ 50 പേരുടെ കയ്യിൽ നിന്നാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 50 പേര് എന്താണ് ആൻസർ ചെയ്തിരിക്കുന്നത്, അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. എത്ര കുട്ടികൾ ആ ഒരു ക്വസ്റ്റ്യനിൽ അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു മിനി റിസർച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ സെലക്ട് എ പ്രോബ്ലം, ഡിഫൈൻ ദ പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി, ദെൻ ഡിസൈൻ ഓഫ് ദ സ്റ്റഡി, ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇത്രയാണ് നമ്മൾ ഒരു മിനി റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്സാണ്, ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇനി അടുത്തത് ഡെഫിനീഷൻ എന്താണ്? സോഷ്യൽ വർക്ക് റിസർച്ചിൻ്റെ ഡെഫിനീഷൻ എന്താണ്? അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു നമ്മൾ എങ്ങനെയാണ് ഒരു റിസർച്ച്, മിനി റിസർച്ച് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് GW കാർട്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു GW കാർട്ടർ, social work research is a systematic critical investigation of questions in the social welfare field with the purpose of yielding answers to problems of social work and extending and generalizing social work knowledge and concepts. ഇപ്പം GW കാർട്ടറുടെ വാക്കുകളിൽ സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാമൂഹ്യക്ഷേമ മേഖലയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ പ്രവർത്തനത്തിന് അറിവും ആശയങ്ങളും വിസ്തൃതമാക്കുകയും സാമാന്യവൽക്കരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ചിട്ടയോടും വിമർശനാത്മകവുമായി നടത്തുന്ന അന്വേഷണമാണ് സാമൂഹ്യ പ്രവർത്തന ഗവേഷണം എന്ന് പറയുന്നത്. അതായത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അറിവും ആശയങ്ങളും വിസ്തൃതമാക്കുക, അല്ലേ? അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ മേഖലയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചിട്ടയായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? ചിട്ടയോടും വിമർശനാത്മകവുമായി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ അന്വേഷണമാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. സോഷ്യൽ വർക്ക് റിസർച്ച് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ, അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് സോഷ്യൽ വർക്ക് റിസർച്ച്, സാമൂഹ്യ പ്രവർത്തന ഗവേഷണത്തിൻ്റെ സ്വഭാവം. ഇപ്പം നമ്മൾ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലെ ഗവേഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ സയൻസിലൊക്കെ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയതിനെ കുറിച്ചും, അല്ലേ? ഇപ്പം നമുക്കറിയാം തോമസ് ആൽവ എഡിസൺ, അല്ലേ, ഫിസിക്സിൽ റിസർച്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്താണ് കണ്ടുപിടിച്ചത്? വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചല്ലേ? അതുപോലെ തന്നെ അത് പുതിയൊരു ഗവേഷണമായിരുന്നു, പുതിയൊരു വസ്തു കണ്ടെത്തുകയാണ് ചെയ്തത്. ദെൻ സർ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലം കണ്ടെത്തുകയും ഗുരുത്വാകർഷണ സിദ്ധാന്തം വികസിപ്പിക്കുകയും ചെയ്തല്ലേ? ഐസക് ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് എന്ത് ചെയ്തു? കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഗവേഷണം എന്ന് പറയുമ്പം ഒന്നുകിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിലനിൽക്കുന്ന കാര്യങ്ങളിൽ കുറേയൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ടുള്ള വ്യാഖ്യാനം നൽകുക എന്നുള്ളതാണ്
എന്താണ് ഭൗതികശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലും ഒക്കെ ഗവേഷണം നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സോഷ്യൽ വർക്ക് റിസർച്ചിൽ സോഷ്യൽ വർക്കിൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ സോഷ്യൽ വർക്ക് ദ പർപ്പസ് ഓഫ് റിസർച്ച് ഈസ് നോട്ട് ടു ഇൻവെന്റ് സംതിങ് ന്യൂ. പുതുതായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്താനായിട്ടല്ല നമ്മൾ സോഷ്യൽ വർക്കിൽ റിസർച്ച് ചെയ്യുന്നത്, മറിച്ച് എന്താണ്? ബട്ട് ടു ഡിസ്ക്രൈബ് ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഫിനോമിനൻ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് വെരിഫയബിൾ മാനർ. അതായത് നിലനിൽക്കുന്ന സാമൂഹ്യ പ്രതിഭാസങ്ങളെ ചിട്ടയായും അതുപോലെ തന്നെ വെരിഫൈ ചെയ്യാൻ, പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലും വിവരിക്കുക എന്നുള്ളതാണ് സോഷ്യൽ വർക്ക് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഷ്യൽ വർക്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള സാമൂഹ്യ പ്രതിഭാസങ്ങളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ചിട്ടയായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ വെരിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് വിവരിക്കുക എന്നുള്ളതുമാണ് സോഷ്യൽ വർക്കിൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടൈപ്സ് ഓഫ് റിസർച്ച്. വിവിധ തരം ഗവേഷണങ്ങളുണ്ട്. അത് പർപ്പസിനെ ബേസ് ചെയ്തിട്ടുണ്ട്, നേച്ചറിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഡിസൈനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഡാറ്റ കളക്ഷനെ ബേസ് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ട് റിസർച്ചിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പർപ്പസിനെ ബേസ് ചെയ്തിട്ട് ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച് എന്നാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നേച്ചറിനെ, അതിൻ്റെ സ്വഭാവത്തിനെ ബേസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദെൻ ഡിസൈനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് എക്സ്പെരിമെൻ്റൽ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡാറ്റയെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ദെൻ പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ട് പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്ററി റിസർച്ച് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ ദി പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്സ്. Based on the purpose or objective of the study, research is classified as basic research and applied research. അതായത് റിസർച്ചിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് റിസർച്ചിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. Basic research is designed to add to an organized body of social work knowledge and does not necessarily produce practical solution to social or psychosocial problems. Basic research is also known as fundamental research or pure research. അതായത് പഠന ഉദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷണത്തെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അടിസ്ഥാന ഗവേഷണമെന്നും പ്രായോഗിക ഗവേഷണമെന്നും. അതിൽ അടിസ്ഥാന ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാമൂഹ്യ സേവനത്തിൻ്റെ വിജ്ഞാന മണ്ഡലം വർദ്ധിപ്പിക്കുന്നതിന് അനുസൃതമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും സാമൂഹികമോ മാനസികവുമായ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പ്രായോഗിക പരിഹാരം കാണാൻ ലക്ഷ്യം വയ്ക്കാത്തതുമായ ഗവേഷണമാണ്. അതായത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന റിസർച്ചാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് കണ്ടെത്തുന്നില്ല?
പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നേ ഉള്ളൂ, അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ബേസിക് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക് റിസർച്ചിനെ ഫണ്ടമെൻ്റൽ റിസർച്ച് അല്ലെങ്കിൽ അടിസ്ഥാന ഗവേഷണം അല്ലെങ്കിൽ മൗലിക ഗവേഷണമെന്നും അതുപോലെ തന്നെ പ്യുവർ റിസർച്ച് ശുദ്ധ ഗവേഷണമെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം അതിനകത്ത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? എ സ്റ്റഡി ഓൺ ദ കോസസ് ഓഫ് സ്റ്റുഡൻസ് അൺറെസ്റ്റ്. വിദ്യാർത്ഥികളുടെ അസ്വസ്ഥതയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അവിടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നേ ഉള്ളൂ. ബേസിക് റിസർച്ചിൽ പരിഹാര മാർഗങ്ങൾ ഒരിക്കലും കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നില്ല. ദെൻ പർപ്പസിനെ ബേസ് ചെയ്തിട്ട് അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ പ്രായോഗിക ഗവേഷണമെന്നും റിസർച്ചിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രായോഗിക റിസർച്ച് അല്ലെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ On the other hand, applied research is undertaken to solve one or more of the social or psychological problems. Applied research is also known as action research. അതായത് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിലധികമോ സാമൂഹികമോ മാനസികമോ ആയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് പ്രായോഗിക ഗവേഷണമെന്ന് പറയുന്നത്. ഇപ്പം പ്രായോഗിക ഗവേഷണത്തെ പ്രവർത്തന ഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്നും പറയുന്നുണ്ട്. An experiment on reward and punishment as motivational factor for learning is an example of applied research. അതായത് പഠന പ്രചോദന ഘടകം എന്ന നിലയിൽ ശിക്ഷയുടെയും പ്രതിഫലത്തിൻ്റെയും പങ്കിനെ കുറിച്ചുള്ള പരീക്ഷണമാണ് അപ്ലൈഡ് റിസർച്ചിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ മോട്ടിവേഷൻ, ഇപ്പം നമ്മൾ പറയുകയാണ് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 ഫുൾ A+ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഒരു വാച്ച് വാങ്ങിച്ചു തരാം, അല്ലേ, എന്തെങ്കിലും ഓഫറുകൾ വെക്കുന്നു. അപ്പം നമ്മൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലേ? അപ്പം ആ ഒരു ഇത് എങ്ങനെ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പണിഷ്മെൻറ്റുകളും കൊടുക്കുക. അതിലൂടെ കുട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് എന്തെന്ന് പറയുന്നത് അപ്ലൈഡ് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. It not only generates theory or knowledge but allows us to develop models to solve problems. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് സൃഷ്ടിക്കുക മാത്രമല്ല, മറിച്ച് എന്തും കൂടെ ചെയ്യുന്നുണ്ട്? പ്രശ്നപരിഹാരത്തിനുള്ള മാതൃക ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ബേസ്ഡ് ഓൺ ദ പർപ്പസിനെ ബേസ് ചെയ്തിട്ട് റിസർച്ചിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള റിസർച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ പ്രശ്നപരിഹാരം ഒരിക്കലും ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ സ്വീകരിക്കാറില്ല. ദെൻ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗം കൂടി നമ്മൾ അതിലൂടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിലൂടെ നമ്മൾ ചെയ്യുന്നത്. ദെൻ based on the nature of the study, research can be classified into descriptive and analytical. അതായത് ഗവേഷണ പഠനത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഗവേഷണത്തെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. വിവരണാത്മകമെന്നും വിശകലനാത്മകമെന്നും. Descriptive research systematically explains social phenomenon as it exists. അതായത് സർവേസ്, ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് ആർ യൂസ്ഡ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്.
വിവരണാത്മകം അല്ലേ, ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രതിഭാസത്തെ അതായിരിക്കുന്ന വിധത്തിൽ ശാസ്ത്രീയമായി വിവരിക്കുന്ന ഗവേഷണമാണ് വിവരണാത്മക ഗവേഷണം എന്ന് പറഞ്ഞാൽ. നമ്മൾ സർവേകൾ കണ്ടക്ട് ചെയ്യുക അല്ലേ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ച്. അപ്പോൾ അത് ആ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഒരു പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ ഒരു വാർഡിലെയോ ആളുകളുടെ എണ്ണം എത്രയാണ്, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ ചുറ്റുപാട് എന്താണെന്ന് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ അവിടെ മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണം അല്ലെ, അങ്ങനെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം അതിൽ സർവേസും അതുപോലെ തന്നെ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ്. ദെൻ അതിൻ്റെ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് സ്റ്റഡി ഓൺ കൾച്ചറൽ അസിമുലേഷൻ ഓഫ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. കുടിയേറ്റ തൊഴിലാളികളുടെ സാംസ്കാരിക സാംശീകരണത്തെക്കുറിച്ചുള്ള പഠനം വിവരണാത്മക ഗവേഷണത്തിന് ഉദാഹരണമാണ്. മൈഗ്രൻ്റ് ലേബേഴ്സ് വർക്കേഴ്സിൻ്റെ ആ കൾച്ചറൽ അസിമുലേഷൻ അല്ലേ, നമുക്കിപ്പോൾ അറിയാം നമ്മുടെ നാട്ടിൽ ബംഗാളികളും അല്ലെ മറ്റു നാടുകളിൽ നിന്നും ഒരുപാട് പേര് മൈഗ്രൻസ് ആയിട്ട് വന്ന് ജോലി നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരിവിടെ വന്ന് നമ്മുടെ കൾച്ചർ എങ്ങനെയാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെ അതിലേക്ക് എങ്ങനെയാണ് അവർ മാറുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പഠനത്തെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് അനാലിറ്റിക്കൽ റിസർച്ച്. അനാലിറ്റിക്കൽ റിസർച്ച് ഈസ് യൂസ്ഡ് ടു അസസ് ഓർ ഇവാലുവേറ്റ് എ ഫാക്ട് ഓർ ഇൻഫർമേഷൻ ഓൾറെഡി എക്സിസ്റ്റ്. നിലവിലുള്ള വസ്തുതകളെയും വിവരങ്ങളെയും വിലയിരുത്തുന്നതിനും തിട്ടപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ഗവേഷണങ്ങളാണ് വിശകലനാത്മക ഗവേഷണം എന്ന് പറയുന്നത്. വിശകലനം ചെയ്യുക, അനാലിറ്റിക്കൽ റിസർച്ച് അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു വെരിഫൈ ദ എക്സിസ്റ്റിംഗ് തിയറീസ് ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിലനിൽക്കുന്ന സിദ്ധാന്തങ്ങളെ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിസർച്ചാണ് അനാലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഇമ്പാക്റ്റ് ഓഫ് ലൈഫ് സ്കിൽ ട്രെയിനിങ് ഓൺ ദ ബിഹേവിയർ പാറ്റേൺ ഓഫ് അഡോൾസൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അനാലിറ്റിക്കൽ റിസർച്ച്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചായിരുന്നു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ അല്ലേ. അപ്പം ആ ജീവിത നൈപുണ്യ പരിശീലനം കൗമാരപ്രായക്കാരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതാണ് വിശകലനാത്മക ഗവേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ നേച്ചർ നമ്മൾ ഗവേഷണം നടത്തുന്നതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് റിസർച്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് എന്നും രണ്ട് അനാലിറ്റിക്കൽ എന്നും. ദെൻ റിസർച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഡാറ്റ യൂസ്ഡ് ഇൻ റിസർച്ച്. റിസർച്ചിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് അല്ലെ വിവരങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതിന് അനുസരിച്ച് റിസർച്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നും രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നും. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ യൂസ്ഡ് ഇൻ based on quantitative measurement of characteristics of a social phenomenon. For example, a study on the status of body mass index among higher secondary school students. അതായത് ഏത് തരത്തിലുള്ള ഡാറ്റ ഇപ്പോൾ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ട് പരിമാണാത്മക ഗവേഷണമെന്നും ക്വാളിറ്റേറ്റീവ് ഗുണാത്മക ഗവേഷണമെന്നും ഗവേഷണത്തെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിഭാസത്തെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഗവേഷണത്തെയാണ്
ഗവേഷണം എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം ഹയർ സെക്കൻഡറി കുട്ടികളുടെ ഇടയിൽ ബോഡി മാസ് ഇൻഡെക്സിനെ കുറിച്ചുള്ള പഠനം നടത്തുക എന്ന് പറയുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റിന് അനുപാതികമായിട്ടുള്ള വെയിറ്റ് ആണോ ഓരോ വ്യക്തിക്കും ഉള്ളത്, അല്ലെ ഓരോ കുട്ടിക്കും ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഗവേഷണമാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദെൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ച്. അപ്പോൾ അതിൽ ഹയർ സെക്കൻഡറി കുട്ടികളുടെ ഇടയിൽ qualitative research is concerned with the studying qualitative aspect of a social phenomenon, for example motivating factors of learning among higher secondary students. അവരുടെ ആ ക്വാളിറ്റിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ വന്നിരിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പഠന പ്രചോദനങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുക. അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ചാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഡാറ്റ, നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ, എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ച് റിസർച്ചിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ദെൻ based on research design, research can be classified into explorative, descriptive, diagnostic and experimental. അതായത് നമ്മൾ ഗവേഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ആ രൂപരേഖ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ദ സ്റ്റഡി. അപ്പോൾ ആ രൂപരേഖ തയ്യാറാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷണത്തെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്യവേഷണാത്മകം എന്ന്. ദെൻ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരണാത്മകം. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യുക, അല്ലേ? ദെൻ എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണാത്മകം എന്നിങ്ങനെ 4 തിരിച്ചിരിക്കുന്നു. അപ്പം അതിനകത്ത് an exploratory research is used to get familiarized with a social phenomenon. ഒരു സാമൂഹിക പ്രതിഭാസത്തെ പരിചയപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ഗവേഷണ പഠനമാണ് പര്യവേഷണാത്മക ഗവേഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സാമൂഹ്യ പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തരത്തിലുള്ള research. Then descriptive research is used to describe the different aspect of a social phenomenon in detail. അതായത് ഒരു സാമൂഹ്യ പ്രതിഭാസത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണമാണ് വിവരണാത്മക ഗവേഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അതായത് ആ ഒരു സോഷ്യൽ ഫിനോമിനനെ വിവരിക്കുക എന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ വിവരിക്കുന്ന തരത്തിലുള്ള ഗവേഷണം നടത്തുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക് റിസർച്ച് സ്റ്റഡീസ് ദ കോസ് ആൻഡ് എഫക്റ്റ് ഓഫ് എ സോഷ്യൽ ഫിനോമിനൻ. അതായത് ഒരു സാമൂഹിക പ്രതിഭാസത്തിൻ്റെ കാര്യകാരണങ്ങളെ കണ്ടെത്തുന്നതിനുള്ള പഠനമാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രശ്നം, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും കണ്ടെത്തുന്നതിനുള്ള പഠനമാണ് ഡയഗ്നോസ്റ്റിക്, അതിൻ്റെ കാരണങ്ങൾ, അല്ലേ? ദെൻ അടുത്തത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ് ആൻഡ് ടു ജനറേറ്റ് തിയറീസ്. അതായത് ഊഹാപോഹങ്ങൾ പരിശോധിക്കുന്നതിനും സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഗവേഷണമാണ് പരീക്ഷണാത്മക ഗവേഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ
ഡിസൈനെ ബേസ് ചെയ്തിട്ട്, രൂപരേഖയെ ബേസ് ചെയ്തിട്ട് ഗവേഷണത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോറേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് എക്സ്പെരിമെൻ്റൽ. ആ വാക്കിൽ തന്നെ അത് ഏത് തരത്തിലുള്ള റിസർച്ച് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ, based on the involvement of people in the research process, research can be classified as participatory and non-participatory. അതായത് ഗവേഷണ പ്രക്രിയയിൽ ആളുകളുടെ പങ്കാളിത്തത്തിനെ അടിസ്ഥാനമാക്കി റിസർച്ചിനെ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് എന്നും പങ്കാളിത്ത ഗവേഷണമെന്നും നോൺ പാർട്ടിസിപ്പേറ്ററി പങ്കാളിത്തരഹിത ഗവേഷണമെന്നും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. In participatory research, people are involved in the process of study. PRI is a tool applied in participatory study. അതായത് പഠന പ്രക്രിയയിൽ ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള പഠനമാണ് പങ്കാളിത്ത ഗവേഷണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് നടത്തുന്നത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പങ്കാളിത്ത ഗവേഷണത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് PRA, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രോച്ച്. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ PRA എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ജനപങ്കാളിത്തത്തോടു കൂടി ആ ഗ്രാമത്തെക്കുറിച്ച് വിലയിരുത്തുക, അല്ലെ ആ ഒരു പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ ജനപങ്കാളിത്തം, ആ ഗ്രാമത്തിലെ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനമാണ്. അപ്പോൾ അതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് എന്ന് പറയുന്നു. ദെൻ ഇൻ നോൺ പാർട്ടിസിപ്പേറ്ററി റിസർച്ച്, ദ പേഴ്സൺ ഹൂ കണ്ടക്ട്സ് ദ റിസർച്ച് എലോൺ ഇൻവോൾവ്സ് ഇൻ ദി സ്റ്റഡി പ്രോസസ്. പങ്കാളിത്ത രഹിത ഗവേഷണ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേഷണം നടത്തുന്ന വ്യക്തി മാത്രമേ അതിൽ ആ റിസർച്ച് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള റിസർച്ചിനെയാണ് പങ്കാളിത്ത രഹിത റിസർച്ച് അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം റിസർച്ചിനെ അതിൻ്റെ പർപ്പസിനെ ബേസ് ചെയ്തും അതുപോലെ തന്നെ നേച്ചറിനെ ബേസ് ചെയ്തും ഡിസൈനെ ബേസ് ചെയ്തും ഡാറ്റയെ ബേസ് ചെയ്തും പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ട് പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ പർപ്പസിനെ ബേസ് ചെയ്ത് റിസർച്ചിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ദെൻ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ എന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡിസൈനെ ബേസ് ചെയ്തിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് എക്സ്പെരിമെൻ്റൽ. ദെൻ ഡാറ്റയെ ബേസ് ചെയ്തിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ദെൻ പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്ററി റിസർച്ച് എന്നും നോൺ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് എന്നും 2ആയിട്ട് റിസർച്ചിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, അല്ലെ ഇന്ന് മനസ്സിലാക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിസർച്ച് പ്രോസസ്സ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പം ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.